ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. IPL 2024 കിരീടം ആര് നേടും? ടോപ്പ് 10 പവർ റാങ്കിങ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഒരു കിടിലൻ പവർ റാങ്കിങ് വീഡിയോ എന്ന് പറയുന്നത് ഒരിക്കലും ഒഫീഷ്യൽ അല്ല, ഒരു പ്രഡിക്റ്റഡ് പവർ റാങ്കിങ് മാത്രമാണ്. പക്ഷേ എന്നിരുന്നാലും ലീഗ് തുടങ്ങുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു ചിത്രം ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ 3-4 മത്സരങ്ങൾ കഴിയുമ്പോൾ തന്നെ IPLൻ്റെ ഒരു ചിത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ നിലവിൽ ടീമുകളുടെ സ്കോഡ് സ്ട്രെങ്ത് അനുസരിച്ച് നോക്കുമ്പോഴുള്ള പവർ റാങ്കിങ് വീഡിയോയുമായിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പിട്ട് ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മേക്ക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. IPL 2027 വാർഷിക താരലം കഴിഞ്ഞ ടീമുകളെല്ലാം കണക്കും കൂട്ടി കിഴിച്ചും നടത്തിയ ഒരു മികച്ച താരലം തന്നെയായിരുന്നു. ഒരു മിനി ഓപ്ഷൻ ആണെങ്കിൽ പോലും ദുബായിയുടെ മണ്ണിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു IPL താരലം നടന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, ആദ്യമായി താരലം നേരിൽ കാണാൻ ആരാധകർക്കും ഇടമൊരുക്കിയ താരലം തന്നെയായിരുന്നു ഇത്തവണ ദുബായിൽ. ഇന്ത്യക്ക് പുറത്ത് ആദ്യമായി നടത്തിയ ലേലത്തിൽ തന്നെ വമ്പൻ മാറ്റങ്ങളാണ് ഇത്തവണ IPL സംഘാടകർ ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. സോ അതിനാൽ തന്നെ മികച്ച താരങ്ങളെയും ടീമുകൾ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പവർ റാങ്കിങ് നോക്കുകയാണെങ്കിൽ ടോപ്പ് 10 നമുക്കറിയാം 10 ടീമുകൾ മാറ്റുരയ്ക്കുന്ന വമ്പൻ ലീഗ് തന്നെയാണ് നിലവിൽ. ലോകത്തിലെ തന്നെ ഏറ്റവും 2020 ക്രിക്കറ്റ് ലീഗുകൾ 2ാം സ്ഥാനത്താണ് IPL. സോ പവർ റാങ്കിങ് നോക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് IPL 2024 ഇത്തവണ കിരീടം നേടാൻ ചാൻസുള്ള ഏറ്റവും കൂടുതൽ ചാൻസുള്ള മേ ബി ഒരു 95 മുകളിൽ ശതമാനത്തോളം ചാൻസുള്ള ടീം തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. തങ്ങളുടെ 6ാം കിരീടം ലക്ഷ്യം വിട്ടിറങ്ങുന്ന സൂപ്പർ കിങ്സ് നമുക്കറിയാം മഹേന്ദ്ര സിംഗ് ധോണിയുടെ നേതൃത്വത്തിൽ ഇത്തവണയും തങ്ങളുടെ മറ്റൊരു കിരീടം ലക്ഷ്യമിട്ടാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇറങ്ങുന്നത്. IPL താരലത്തിൽ മികച്ച പ്രകടനം തന്നെയായിരുന്നു സൂപ്പർ കിങ്സ് മാനേജ്മെൻറ്റ് കാഴ്ചവെച്ചത്. വമ്പൻ താരങ്ങളെ അടക്കം അവർ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അവരുടെ സ്കോഡ് നേരത്തെ അനലൈസ് ചെയ്ത വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. CSKയുടെ ബാറ്റർമാരുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം യുവതാരമായിട്ടുള്ള ഋതുരാജ് ഗേക്വാദ്, ഡെവൺ കോൺവേ ന്യൂസിലാൻഡ് ഓപ്പണർ, അജിൻക്യ രഹാൻ എന്നിവരടങ്ങുന്ന എക്സ്പീരിയൻസ്ഡ് താരങ്ങളടങ്ങുന്ന ഒരു മികച്ച ബാറ്റിംഗ് നിര. ഒപ്പം ഫിനിഷറുടെ റോളിൽ ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി എത്തുന്നതോടുകൂടി ചെന്നൈയുടെ ചിത്രം തന്നെ വേറെ ലെവലായി മാറുകയാണ്. ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലും ഒട്ടും പുറകിലല്ല CSK. ശിവം ഡ്യൂബെ എന്ന യുവതാരം അദ്ദേഹത്തിനൊപ്പം എക്സ്പീരിയൻസ്ഡ് താരമായിട്ടുള്ള രവീന്ദ്ര ജഡേജയും മൊയ്ൻ അലിയും ഷാർദുൽ ഠാക്കൂർ നമുക്ക് ഇത്തവണ ലേലത്തിൽ CSK തങ്ങളുടെ പഴയ സിംഹക്കുട്ടിയെ വീണ്ടും കൂടാരത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഡാരിൽ മിച്ചൽ, രജിൻ രവീന്ദ്ര എന്ന യുവതാരം ന്യൂസിലാൻഡ് യുവതാരമായിട്ടുള്ള രജിൻ രവീന്ദ്ര 1.8 കോടി രൂപയ്ക്കായിരുന്നു CSK സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. ഇവർക്കൊപ്പം മിച്ചൽ സാന്നർ എന്ന താരം കൂടി ചേരുന്നതോടെ ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റിലും വമ്പൻ നിര തന്നെയാണ് CSKക്കുള്ളത്. അതോടൊപ്പം തന്നെ ബോളിംഗ് നിരയിലും വമ്പൻ ടീം തന്നെയാണ്. മതീഷ് പതിരണ, മഹേഷ് തീക്ഷണ എന്നിവരടങ്ങുന്ന എന്നീ ശ്രീലങ്കൻ കരുത്തർക്കൊപ്പം ഇന്ത്യൻ താരങ്ങളായ ദീപക് ചഹാറും തുഷാർ ദേശ്പാണ്ഡെയും മുസ്തഫിസുർ റഹ്മാൻ എന്ന മറ്റൊരു ബംഗ്ലാദേശ് ബോളർ കൂടി ചേരുമ്പോൾ CSKയുടെ ബോളിംഗ് നിരയും ഒട്ടും പിറകിലല്ല, വമ്പൻ ടീം തന്നെയാണ്. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലും മികച്ച ടീം തന്നെയാണ്. ഇവർക്ക് പുറമെയാണ് മികച്ച യുവതാരങ്ങളായിട്ടുള്ള സമീർ റിസ്വി തുടങ്ങിയ യുവതാരങ്ങളും CSKയുടെ സ്കോഡിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ അതിനാൽ തന്നെ 1ാം സ്ഥാനം അല്ലെങ്കിൽ IPL കിരീടം നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ടീം CSK തന്നെയാണ്. സോ ഈ ഒരു പവർ റാങ്കിങ് അനുസരിച്ച് നോക്കുമ്പോൾ 1ാം സ്ഥാനത്തും CSK തന്നെയാണ്. 2ാം സ്ഥാനത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ക്യാപ്റ്റൻസിയെക്കുറിച്ച് വിവാദങ്ങൾ ഒഴിയാതെ അല്ലെങ്കിൽ കത്തി നിൽക്കുമ്പോഴും മുംബൈ ഇന്ത്യൻസ് തന്നെയാണ് പവർ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്തുള്ളത്. ലേലത്തിൽ വമ്പൻ പ്രകടനം തന്നെയായിരുന്നു മുംബൈ മാനേജ്മെൻറ്റ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. തങ്ങളുടെയൊക്കെ വെറും 17 കോടി രൂപയും ലേലത്തിന് പോയ മുംബൈ അത്യാവശ്യം മികച്ച താരങ്ങളെ തന്നെ കുറഞ്ഞ തുകയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ബാറ്റേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം രോഹിത് ശർമ്മ, യുവതാരം ഇഷാൻ കിഷൻ, തിലക് വർമ്മ, സൂര്യകുമാർ യാദവ് എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിര വളരെ സ്ട്രോങ് തന്നെയാണ്. ഇവർക്കൊപ്പം ഓൾറൗണ്ടർമാർ അല്ലെങ്കിൽ ഫിനിഷേഴ്സിൻ്റെ റോളിൽ ഓൾറൗണ്ടർമാരായിട്ടുള്ള ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ, ജെറാൾഡ് കോയിറ്റ്സ് എന്ന സൗത്ത് ആഫ്രിക്കൻ താരം, ടീം ഡേവിഡ്, മുഹമ്മദ് നബി അഫ്ഗാനിസ്ഥാൻ താരം, റൊമേറോ ഷെഫേർഡ് എന്നിവരടങ്ങുന്ന ബാറ്റിംഗ് നിര അല്ലെങ്കിൽ ഓൾറൗണ്ടർമാരുടെ നിര വളരെ സ്ട്രോങ് തന്നെയാണ്. ഒപ്പം ബോളേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ജസ്പ്രീത് ബുംറ എന്ന അവരുടെ മെയിൻ കീ ഫോക്കസ്ഡ് പ്ലെയറിനൊപ്പം ഇത്തവണ നമുക്കറിയാം ജെറാൾഡ് കോയിറ്റ്സ് എന്ന പേസ് ബോളർ എത്തിയിട്ടുണ്ട്. സോ ജെയ്സൺ ബഹ്റൻഡോഫ്, പീയൂഷ് ചൗള, അതോടൊപ്പം തന്നെ ദിൽഷൻ മധുചർഗ എന്ന മറ്റൊരു ശ്രീലങ്കൻ താരം. സോ എന്നിവരടങ്ങുന്ന ബോളിംഗ് നിരയും വളരെ സ്ട്രോങ് തന്നെയാണ്. ഇനി MIയെ പറ്റി ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് ഹാർദിക് പാണ്ഡ്യ എന്നവരുടെ ക്യാപ്റ്റൻ നമുക്കറിയാം രോഹിത് ശർമ്മയെ മാറ്റി പകരം വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ക്യാപ്റ്റൻസി ഏറ്റെടുത്ത ഹാർദിക് പാണ്ഡ്യ ഒരു പക്ഷേ IPL 2024 അദ്ദേഹത്തിന് മിസ്സാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. കാലിന് പരിക്കേറ്റ താരം ഒരു പക്ഷേ IPL 2024 കളിക്കാൻ സാധ്യതയില്ല. അങ്ങനെയെങ്കിൽ വീണ്ടും ക്യാപ്റ്റൻസി രോഹിത് ശർമ്മയിലേക്ക് തന്നെ മടങ്ങി ചെല്ലുന്നതായിരിക്കും.
സോ എന്നിരുന്നാലും ഈ ഒരു പവർ റാങ്കിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനത്ത് CSK, രണ്ടാം സ്ഥാനത്ത് കിരീട പ്രതീക്ഷയുള്ള ടീമുകളിൽ രണ്ടാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് തന്നെയാണ്. മൂന്നാം സ്ഥാനത്തേക്ക് വരുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് തന്നെയാണ്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ റിലീസ് ചെയ്തെങ്കിലും തങ്ങളുടെ രണ്ടാം കിരീടം ലക്ഷ്യമിട്ട് ടൈറ്റൻസിന് തന്നെയാണ് ഈ ഒരു പവർ റാങ്കിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കിരീട പ്രതീക്ഷയിൽ മൂന്നാം സ്ഥാനം. ബാറ്റർമാരുടെ ലിസ്റ്റിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ, ഡേവിഡ് മില്ലർ, ഓസ്ട്രേലിയൻ താരം മാത്യു വേർഡ്, കെയ്ൻ വില്യംസൺ, ഷാരൂഖ് ഖാൻ, സായി സുദർശൻ, അഭിനവ് മനോഹർ, വൃദ്ധിമാൻ സാഹ, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ എന്നിവർ നടക്കുന്ന ബാറ്റിംഗ് നിര വളരെ സ്ട്രോങ് തന്നെയാണ്. ഇവർക്കൊപ്പം ഓൾറൗണ്ടേഴ്സായിട്ട് അഫ്ഗാനിസ്ഥാൻ താരം അസ്മത്തുൽ ഒമർ സൈ വെറും 50 ലക്ഷം രൂപയ്ക്കായിരുന്നു ഈ ഒരു വമ്പൻ താരത്തെ ഇത്തവണ GT കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഒപ്പം രാഹുൽ തെവാട്ടിയ, റാഷിദ് ഖാൻ, വിജയ് ശങ്കർ എന്നീ എക്സ്പീരിയൻസ്ഡ് താരങ്ങൾ കൂടി ചേരുന്നതോടുകൂടി ബാറ്റിങ്ങിലും ഓൾറൗണ്ടർമാരുടെ കാര്യത്തിലും GT മികച്ച ടീം തന്നെയാണ്. ഇവർക്ക് പുറമെ ബോളിങ്ങിലേക്ക് നമുക്കറിയാം മുഹമ്മദ് ഷമി എന്ന GTയുടെ ഗുജറാത്തിൻ്റെ മെയിൻ പേസ് ബോളർ മുഹമ്മദ് ഷമിക്കൊപ്പം ഇത്തവണ ഉമേഷ് യാദവിനെ കൂടി GT ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഷമി, ഉമേഷ് യാദവ് കൂട്ടുകെട്ടിനൊപ്പം ജോഷ് ഡിറ്റിൽ എന്ന അയർലൻഡ് യുവതാരവും മോഹിത് ശർമ്മ എന്ന മറ്റൊരു ഇന്ത്യൻ എക്സ്പീരിയൻസ്ഡ് താരവും ചേരുന്ന പേസ് നിര വളരെ സ്ട്രോങ് തന്നെയാണ്. ഇവർക്ക് പുറമെ നൂർ അഹമ്മദ് എന്ന അഫ്ഗാനിസ്ഥാൻ്റെ മറ്റൊരു മിസ്റ്ററി സ്പിന്നറും റാഷിദ് ഖാൻ കൂടി ചേരുമ്പോൾ സ്പിൻ നിരയിലും GTക്ക് ഒട്ടും ഭയപ്പെടാനില്ല. സോ അതിനാൽ തന്നെ കിരീട പ്രതീക്ഷയിൽ മൂന്നാം സ്ഥാനം ഗുജറാത്ത് ടൈറ്റൻസിന് തന്നെയാണ്. നാലാം സ്ഥാനം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനാണ്. നമുക്കറിയാം ലേലത്തിൽ അത്ര പ്രകടനം കാഴ്ചവെച്ചില്ലെങ്കിൽ പോലും നിലവിൽ റീറ്റെയിൻ ചെയ്ത താരങ്ങൾ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ നാലാം സ്ഥാനം അല്ലെങ്കിൽ പവർ റാങ്കിങ്ങിൽ കിരീട പ്രതീക്ഷയിൽ നാലാം സ്ഥാനം രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ്. ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിൽ സഞ്ജു സാംസൺ, ജോസ് ബട്ട്ലർ, യശസ്വി ജയ്സ്വാൾ, റോമാൻ പവൽ ഇത്തവണ ലേലത്തിൽ 7 കോടി രൂപയ്ക്കാണ് അവർ ആ ഒരു താരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം ഷിംറോൺ ഹെഡ്മേർ എന്ന മറ്റൊരു ഫിനിഷർ കൂടി ചേരുമ്പോൾ RRന്റെ ബാറ്റിംഗ് നിര വളരെ സ്ട്രോങ് തന്നെയാണ്. ഓൾറൗണ്ടർമാരായിട്ട് രവിചന്ദ്രൻ അശ്വിനും റിയാൻ പരാഗും ഒപ്പം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ധ്രുവ് ജൂറലും ചേരുന്നതോടുകൂടി RRന്റെ ബാറ്റിംഗ് നിര വളരെ പ്രകടനം തന്നെയാണ്. ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഒട്ടും പറയില്ല. ബോൾട്ട് എന്ന കീ ഫോക്കസ്ഡ് പ്ലെയേഴ്സിനൊപ്പം ഇത്തവണ ആവേശ് ഖാനെ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒപ്പം പരിക്കേറ്റ് കഴിഞ്ഞ സീസണിൽ കളിക്കാൻ സാധിക്കാതെ പോയ പ്രസിദ്ധ് കൃഷ്ണ മടങ്ങി വരുന്നു. അതോടൊപ്പം തന്നെ പ്രസിദ്ധിന് പകരം കഴിഞ്ഞ സീസണിൽ കൊണ്ടുവന്ന് വളരെ മികച്ച ഫോമിലായിരുന്നു സന്ദീപ് ശർമ്മ ഇത്തവണ സ്കോഡിൽ നിലനിർത്തിയിട്ടുണ്ട്. സോ ബോൾട്ട്, ആവേശ്, സന്ദീപ് ശർമ്മ, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരടങ്ങുന്ന പേസ് നിര വളരെ സ്ട്രോങ് തന്നെയാണ്. ഇവർക്ക് പുറമെ ഇത്തവണ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഏകദിന പരമ്പരയിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത സൗത്ത് ആഫ്രിക്കൻ യുവതാരമായിട്ടുള്ള നാന്ദ്രെ ബർഗറിനെയും RR കൂടാരത്തിലേക്ക് എത്തിച്ചിട്ടുണ്ട്. സ്പിന്നിലേക്ക് വരുവാണെങ്കിൽ സ്പിൻ ബോളിങ്ങിലേക്ക് വരുവാണെങ്കിലും RRന്റെ പേടിക്കാനില്ല. നമുക്കറിയാം യുസ്വേന്ദ്ര ചഹലും രവിചന്ദ്രൻ അശ്വിനും അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ആദം സാംബയും ഒക്കെ അടങ്ങുന്ന സ്പിൻ നിരയും വളരെ സ്ട്രോങ് തന്നെയാണ്. ഇവർക്ക് പുറമെ ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം സൗത്ത് ആഫ്രിക്കൻ യുവതാരമായിട്ടുള്ള ഡൊണോവൻ ഫെറേരയും ഇന്ത്യൻ താരങ്ങളായിട്ടുള്ള കുൽദീപ് സെന്നും കുനാൽ റാത്തോറും ഒക്കെ അടങ്ങുന്ന യുവതാരങ്ങളും RRന്റെ നിരയിൽ അവൈലബിൾ ആയിട്ടുണ്ട്. സോ അതിനാൽ തന്നെ കിരീട പ്രതീക്ഷയിൽ നാലാം സ്ഥാനം മലയാളി താരം സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിന് തന്നെയാണ്. അഞ്ചാം സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ സൺറൈസേഴ്സ് ഹൈദരാബാദാണ്. നമുക്കറിയാം ഇത്തവണ ലേലത്തിൽ മികച്ച പ്രകടനമായിരുന്നു SRH കാഴ്ചവെച്ചത്. ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ രാഹുൽ ത്രിപാഠി, ഹൈൻറിച്ച് ക്ലാസൻ, ട്രാവിസ് ഹെഡ്, മായങ്ക് അഗർവാൾ, അഭിനവ് ശർമ്മ, ഗ്ലെൻ ഫിലിപ്സ്, ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം ഒക്കെ അടങ്ങുന്ന ബാറ്റിംഗ് നിര വളരെ സ്ട്രോങ് തന്നെയാണ്. ഓൾറൗണ്ടേഴ്സായിട്ട് പാറ്റ് കമ്മിൻസ് ഇത്തവണ ലേലത്തിൽ 20 കോടി രൂപയ്ക്കാണ് SRH കമ്മിൻസിനെ കൂടാരത്തിലേക്ക് എത്തിച്ചത്. ഒപ്പം ഷഹബാസ് അഹമ്മദും എന്നിവരടങ്ങുന്ന ഓൾറൗണ്ടർമാരുടെ ലിസ്റ്റും SRHന് പേടിക്കാനൊന്നുമില്ല. വളരെ മികച്ച ഓൾറൗണ്ടർമാർ തന്നെയാണ്. ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഭുവനേശ്വർ കുമാർ നേതൃത്വം നൽകുന്ന ബോളിങ്ങിൽ സ്പിന്നേഴ്സായിട്ട് വനുന്തു ഹസരംഗ, മെയിൻ സ്പിന്നറായിട്ട് വനുന്തു ഹസരംഗ തന്നെയാണ്. പേസ് നിരയാണ് SRHന്റെ സ്കോഡിൽ ഏറ്റവും കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. ഭുവനേശ്വർ കുമാറിന് പുറമെ ഉമ്രാൻ മാലിക്, അഫ്ഗാനിസ്ഥാൻ താരം ഫസൽ ഹക്ക് ഫറൂഖി, മാർക്കോ ജാൻസൺ, T നടരാജൻ, ജയദേവ് ഉനത്കട്ട് എന്നിവരടങ്ങുന്ന പേസ് നിരയാണ് SRHന്റെ സ്കോഡിൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നിൽക്കുന്നത്. സ്പിന്നർമാരായിട്ട് ഷഹബാസ് അഹമ്മദ്, ക്യാപ്റ്റൻ എയ്ഡൻ മാർക്രം അതേപോലെ ഒരു സ്പിൻ ബോളർ തന്നെയാണ്. ഇവർക്ക് പുറമെ എസ്റ്റാബ്ലിഷ്ഡ് സ്പിന്നറായിട്ടുള്ള വനുന്തു ഹസരംഗ ചേരുമ്പോൾ SRH വേറെ ലെവൽ ടീം തന്നെയാണ്. കിരീട പ്രതീക്ഷയിൽ അഞ്ചാം സ്ഥാനം സൺറൈസേഴ്സിന് തന്നെയാണ്. ഇനി ആറാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മറ്റാരുമില്ല, പഞ്ചാബ് കിങ്സ് തന്നെയാണ്. ബാറ്റിങ്ങിൽ ക്യാപ്റ്റൻ ധവാന് പുറമെ ജോണി ബെയർസ്റ്റോ, പ്രഭ്സിമ്രൻ സിംഗ്, ജിതേഷ് ശർമ്മ, റൈലി റൂസോ സൗത്ത് ആഫ്രിക്കൻ താരം ചേരുന്ന ബാറ്റിംഗ് നിര വളരെ സ്ട്രോങ് തന്നെയാണ്. ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഹർഷൽ പട്ടേൽ ഇത്തവണ RCB റിലീസ് ചെയ്ത താരത്തെ കൂടാരത്തിലേക്ക് എത്തിച്ചിരുന്നു പഞ്ചാബ്. സോ ഹർഷൽ പട്ടേലായിരിക്കും മെയിനായിട്ടും പഞ്ചാബിൻ്റെ കീ ഫോക്കസ്ഡ് പ്ലെയർ ആവാൻ പോകുന്നത്. സോ ഹർഷൽ പട്ടേലിനൊപ്പം കഗീസോ റബാഡ, അർഷ്ദീപ് സിംഗ് എന്നിവരടങ്ങുന്ന പേസ് നിരയും സ്പിന്നേഴ്സായിട്ട് നമുക്കറിയാം രാഹുൽ ചഹാർ, അതോടൊപ്പം തന്നെ ഓൾറൗണ്ടർമാരായിട്ട് ലിവിങ്സ്റ്റോണും സാം കറണും ക്രിസ് വോക്സും സിക്കന്ദർ റാസയും ഒക്കെ അടങ്ങുന്ന ടീം വളരെ സ്ട്രെങ്ത് ഉള്ള ടീം തന്നെയാണ് പഞ്ചാബ്. സോ കിരീട പ്രതീക്ഷയിൽ ആറാം സ്ഥാനം ശിഖർ ധവാൻ്റെ പഞ്ചാബ് കിങ്സിന് തന്നെയാണ്.
7ാം സ്ഥാനത്തേക്ക് വരുവാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ്. ബാറ്റിങ്ങിൽ ശ്രേയസ് അയ്യർ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ നേതൃത്വം നൽകുന്ന ബാറ്റിംഗ് നിരയിൽ നിതീഷ് റാണ, റിങ്കു സിംഗ്, ഇംഗ്ലീഷ് താരം ജേസൺ റോയ്, അഫ്ഗാനിസ്ഥാൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ റഹ്മാനുള്ള ഗുർബാസ്, KS ഭരത്, മനീഷ് പാണ്ഡെ, വെങ്കടേഷ് അയ്യർ എന്നിവർ നൽകുന്ന ബാറ്റിംഗ് നിരയും ഫിനിഷേഴ്സ് അല്ലെങ്കിൽ ഓൾറൗണ്ടർമാരായിട്ട് ആന്റണി റസലും സുനിൽ നരേനും ബോളിംഗിലേക്ക് വരുവാണെങ്കിൽ മെയിൻ പ്ലെയർ 24 കോടി രൂപയ്ക്ക് കൂടാരത്തിലേക്ക് എത്തിച്ച ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള മിച്ചൽ സ്റ്റാർക്ക്. ശരിക്കും ആ ഒരു താരത്തിൻ്റെ പ്രകടനമാണ് ഇത്തവണ KKRൻ്റെ മുന്നോട്ട് പോകൽ അല്ലെങ്കിൽ KKRൻ്റെ IPL 2024 അവർ എങ്ങനെ അവരുടെ ആ ഒരു പ്രകടനത്തിനെ ആസ്പദമാക്കിയിരിക്കുന്ന താരം തന്നെയാണ് മിച്ചൽ സ്റ്റാർക്ക്. ഒപ്പം സുയാ ശർമ്മ എന്ന സ്പിൻ ബോളറും വരുൺ ചക്രവർത്തി, ഒപ്പം മറ്റൊരു പേസ് ബോളറായിട്ട് യുവതാരം ചേതൻ സഖറിയ. KKRൻ്റെ സ്കോഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഒരു എക്സ്പീരിയൻസ് കുറവുള്ള ടീമാണ് KKR പേസ് ബോളിംഗ് നിരയിൽ. മിച്ചൽ സ്റ്റാർക്കിനെ മാറ്റി നിർത്തുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു പേസ് ബോളർ, ഒരു ഡെഡിക്കേറ്റഡ് പേസ് ബോളർ അവരുടെ കൂടാരത്തിലില്ല. ഹർഷിത് റാണ, വൈഭവ് അറോറ തുടങ്ങിയ ചെറിയ യുവതാരങ്ങൾക്ക് പുറമെ IPL കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ചേതൻ സഖറിയ എന്ന മറ്റൊരു യുവതാരം മാത്രമാണ് KKRൻ്റെ സ്കോഡിൽ ഒരു സ്റ്റാർക്കിന് ഒപ്പം ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്ന മറ്റൊരു പേസ് ബോളർ. സോ അതിനാൽ തന്നെ ആ ഒരു ഇൻഎക്സ്പീരിയൻസ് KKRൻ്റെ സ്കോഡിൽ KKRൻ്റെ മുന്നോട്ട് പോക്കിൽ വളരെ പ്രകടമായി തന്നെ കാണും. എന്നിരുന്നാലും ഈ ഒരു പവർ റാങ്കിങ്ങിൽ 7ാം സ്ഥാനത്ത് KKR തന്നെയാണ്. 8ാം സ്ഥാനത്താണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. നമുക്കറിയാം ബോളിംഗ് നിരയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ RCBക്ക് സാധിച്ചില്ല. മികച്ച പേസ് ബോളർമാരെ കൊണ്ടുവന്നു, പക്ഷേ മികച്ച സ്പിന്നർമാരില്ലാത്തതാണ് RCBയെ സംബന്ധിച്ച് ഇത്തവണ ഏറ്റവും കൂടുതൽ അവർ പെടാൻ പോകുന്നത്. ബാറ്റിങ്ങിലേക്ക് വരുവാണെങ്കിൽ സ്ട്രെങ്ത് ഉള്ള ബാറ്റിംഗ് നിര തന്നെയാണ് ഡുപ്ലസി, വിരാട് കോഹ്ലി, രജത് പാടിദാർ, ദിനേഷ് കാർത്തിക്, അനുജ് റാവത്ത് എന്നിവർ നടക്കുന്ന ബാറ്റിംഗ് നിരയും. ഓൾറൗണ്ടേഴ്സായിട്ട് കാമറോൺ ഗ്രീനും ഗ്ലെൻ മാക്സ്വെലും മഹിബാൽ ലോംബ്ലറും മായങ്ക് ദഗറും വിൽ ജാക്സും അടങ്ങുന്ന ഓൾറൗണ്ടർ ലിസ്റ്റും. ബോളിംഗിലേക്ക് വരുവാണെങ്കിൽ പേസ് ബോളേഴ്സായിട്ട് സിറാജ്, റീസ് ടോപ്ലി, അൽസാരി ജോസഫ്, യഷ് ദയാൽ, ടോം കറൻ, ലോക്കി ഫെർഗൂസൺ എന്നിവരടങ്ങുന്ന ലോകോത്തര പേസ് ബോളിംഗ് നിരയ്ക്കൊപ്പം എസ്റ്റാബ്ലിഷ്ഡ് സ്പിന്നറായിട്ടുള്ള താരം കരൺ ശർമ്മ മാത്രമാണ്. അതാണ് RCBയെ സംബന്ധിച്ച് ഏറ്റവും അവർ നേരിടാൻ പോകുന്ന പ്രധാന വെല്ലുവിളി. ഗ്ലെൻ മാക്സ്വെലും മഹിബാൽ ലോംബ്രോറും മായങ്ക് ദഗറും മെയിൻ സ്പിന്നേഴ്സ് അല്ല, അവർ ഓൾറൗണ്ടേഴ്സ് ആണെങ്കിൽ പോലും അത്ര ഗ്ലെൻ മാക്സ്വെലിനും മാത്രമാണ് ഇച്ചിരി എക്സ്പീരിയൻസ് ഉള്ള താരം. സോ അതിനാൽ തന്നെ ഗ്ലെൻ മാക്സ്വെലും കരൺ ശർമ്മയുമായിരിക്കും മെയിനായിട്ടും RCBയുടെ ഒരു സ്പിന്നിൻ്റെ അറ്റാക്ക് നേതൃത്വം നൽകാൻ പോകുന്നത്. എന്നിരുന്നാലും പവർ റാങ്കിങ്ങിൽ 8ാം സ്ഥാനത്താണ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ. ബാറ്റിംഗ് ശക്തമാണ്, പക്ഷേ ബോളിങ്ങിൽ പ്രകടമായ മാറ്റങ്ങൾ RCBക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. സോ ട്രേഡ് വിൻഡോ ഇനിയും ഓപ്പൺ ആകാൻ പോവുകയാണ്. സോ അതിനാൽ തന്നെ ഓപ്പണായി കഴിഞ്ഞിരിക്കുകയാണ്. സോ അതിനാൽ തന്നെ RCBക്ക് ഇനിയും താരങ്ങളെ കൂടാരത്തിലേക്ക് എത്തിക്കാം. 9ാം സ്ഥാനത്ത് KL രാഹുലിൻ്റെ ലക്നൗ സൂപ്പർ ജയൻസ് ആണ്. ബാറ്റിങ്ങിൽ KL രാഹുലും ഡിക്കോക്കും നിക്കോളസ് പൂരനും, യുവതാരം ആയുഷ് ബഡോനിയും, കൈൽ മെയേഴ്സും, ദീപക് ഹൂഡയും, ദേവദത്ത് പടിക്കൽ രാജസ്ഥാനിൽ നിന്നും ട്രേഡ് ചെയ്ത് ദേവദത്ത് പടിക്കലും അടങ്ങുന്ന ബാറ്റിംഗ് നിരയും. ഒപ്പം ഓൾറൗണ്ടർമാരായിട്ട് കൃണാൽ പാണ്ഡ്യ, മാർക്കസ് സ്റ്റോയിനിസ്, മാർക്ക് കൂട്ട്, കൃഷ്ണപ്പ ഗൗതം, ഡേവിഡ് വില്ലി എന്നിവരടങ്ങുന്ന ഓൾറൗണ്ടർമാരും. ബോളിംഗിലേക്ക് വരുവാണെങ്കിൽ നവീൻ ഉൾഹക്ക് എന്ന മെയിൻ പേസ് ബോളർ, LSGയെ സംബന്ധിച്ച് അവരുടെ മെയിനായിട്ടുള്ള ഫോക്കസിങ് ആയിട്ടുള്ള പേസ് ബോളർ നവീൻ ഉൾഹക്ക് തന്നെയാണ്, അഫ്ഗാനിസ്ഥാൻ താരം. ഒപ്പം മറ്റൊരു പേസ് ബോളറായിട്ട് മോഹ്സിൻ ഖാനും, യുവതാരം ശിവം മാവി, ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ താരമാണ്. അദ്ദേഹത്തെ തവണ LSG തൂക്കിയിട്ടുണ്ട് ലേലത്തിലൂടെ. സ്പിന്നർമാരായിട്ട് അമിത് മിശ്രയും രവി ബിഷ്ണോയും ആയിരിക്കും മെയിനായിട്ട് അവരുടെ സ്പിന്നർമാരായിട്ട് വരാൻ പോകുന്നത്. സോ അതിനാൽ തന്നെ പവർ റാങ്കിങ്ങിൽ 9ാം സ്ഥാനമാണ് LSG. ഇനി പവർ റാങ്കിങ് അനുസരിച്ച് അവസാന സ്ഥാനക്കാരൻ ഡൽഹി ക്യാപിറ്റൽസ്. ക്യാപ്റ്റൻ ഋഷഭ് പന്ത് മടങ്ങി വരുന്ന പ്രഭാവമൊന്നും DCയെ സംബന്ധിച്ച് ഇത്തവണ കാണാൻ ചാൻസ് ഇല്ല. ഈ ഒരു പവർ റാങ്കിങ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 10ാം ഏറ്റവും അവസാന സ്ഥാനത്താണ് കിരീട പ്രതീക്ഷയിൽ ഡൽഹി ക്യാപിറ്റൽസ് എന്ന് വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ചായും ക്യാപ്റ്റൻ ഋഷഭ് പന്ത് നേതൃത്വം നൽകുന്ന ബാറ്റിംഗ് ലൈനപ്പിൽ പ്രത്യേകിച്ചായും യുവതാരം അഭിഷേക് പോറലും ഡേവിഡ് വാർണറും, അതോടൊപ്പം തന്നെ വെസ്റ്റ് ഇൻഡീസ് താരം ഷായ് ഹോപ്പും, ട്രിസ്റ്റൻ സ്റ്റബ്സും, ഹാരി ബ്രൂക്കും അടങ്ങുന്ന ബാറ്റിംഗ് നിര വളരെ സ്ട്രോങ് ആണെങ്കിൽ പോലും ബോളിങ്ങിലേക്ക് അല്ലെങ്കിൽ ഓൾറൗണ്ടർമാർ മികച്ച ഓൾറൗണ്ടേഴ്സ് ഇല്ലാത്ത തന്നെയായിരിക്കും DCയെ സംബന്ധിച്ച് പ്രകടമായ ഒരു ചേഞ്ച് വരാൻ പോകുന്നത്. ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം യുവതാരം മുകേഷ് കുമാറും, അതോടൊപ്പം ആൻഡ്രിച്ച് നോക്കിയ, ഇഷാന്ത് ശർമ്മ, ഖലീൽ അഹമ്മദ് എന്നിവരടങ്ങുന്ന പേസ് ബോളിംഗ് നിരയ്ക്കൊപ്പം അക്സർ പട്ടേലും അതോടൊപ്പം തന്നെ പ്രവീൺ ഡ്യൂബെ, ലളിത് യാദവ്, കുൽദീപ് യാദവ് എന്നിവരടങ്ങുന്ന സ്പിന്നർമാരുടെ ലിസ്റ്റുമുണ്ടെങ്കിൽ പോലും ഓൾറൗണ്ടേഴ്സിൽ മിച്ചൽ മാർഷിന് പിൻഗാമിയായിട്ട് അല്ലെങ്കിൽ മിച്ചൽ മാർഷിനൊപ്പം മികച്ച ഒരു ഓൾറൗണ്ടർ പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു മികച്ച ഓൾറൗണ്ടർ ഇല്ലാത്തതാണ് DCയെ സംബന്ധിച്ച് മെയിനായിട്ട് പ്രകടമായ ഒരു മാറ്റാൻ വരാൻ പോകുന്നത്. സോ എന്നിരുന്നാലും
സീസൺ തുടങ്ങുമ്പോൾ ആദ്യത്തെ 3-4 മത്സരങ്ങൾ കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായ ചിത്രം ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതൊരു വെറും ഒരു പ്രഡിക്ഷൻ ലിസ്റ്റ് മാത്രമാണ്. സോ കാത്തിരിക്കാം ആരായിരിക്കും IPL 2024 കിരീടം, IPL 17ാം കിരീടം ആര് നേടുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്ക് സ്റ്റുഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലേറ്റസ്റ്റ് ക്രിക്കറ്റ് അപ്ഡേറ്റ്സ് വേഗത്തിൽ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നതായിരിക്കും.